അങ്ങനെ ഇന്നലെ നമ്മൾ ചുരം കയറി എത്തിയ സ്ഥലമാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. മൊത്തം കാടായത്, ഹാർഡ് കോർ ട്രാവലർ. ഇന്നത്തെ സമയത്ത് പിള്ളേരൊക്കെ കാണിക്കുന്ന സാധനം അന്തകാലത്തിൽ ജോയി ഉണ്ടൽ അന്തകാലത്തിലും ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ സംഭവമില്ല. പറഞ്ഞത് ആനയുണ്ട്, കടുവയുണ്ട്, ഒട്ടകമുണ്ട്, ഇതൊന്നും വേണ്ട, ഒരു കാക്കേനെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാമോ? ജൂൺ ജൂലൈയിലാകുമ്പോ മൊത്തം ഒരു 5 ഏക്കർ 10 ഏക്കർ ഇങ്ങനെ ഇടും സൺഫ്ലവർ. അതിന്റെ ഓയിൽ നമുക്ക് വെണ്ണ കിട്ടും. എന്തായാലും ആനെ കാണാൻ പറ്റി. അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എന്ത് പറ്റി? ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ നമ്മൾ ചുരം കയറി എത്തിയ സ്ഥലമാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അമ്മൂസ് ഫാം എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. ഉണ്ണിയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ. ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഈ സ്പോട്ടിലൊക്കെ രാത്രിയിലും മൊത്തം നിറയെ മാനുകളായിരുന്നു. രാത്രി വിഷ്വൽ എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. ഇന്ന് രാവിലെ എടുക്കാമെന്ന് കരുതി, പക്ഷെ ഇന്ന് മാൻ പോയിട്ട് ഒരു മാൻ കുഞ്ഞു പോലും ഇല്ല ഇവിടെ. അതെ, നമ്മൾ മുത്തങ്ങയിലാണ് കറക്റ്റ് ആക്ച്വലി ഇവിടെ ഉള്ളത്. എന്നാലേ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ടും ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നന്നായി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇല്ലില്ല. നമ്മൾ കണ്ടിന്യൂസ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമ്മളെ ഡെക്കാത്തിൽ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഈ പറയുന്ന പോലെ തന്നെ കോഴിക്കോട് എത്തി, അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് നേരെ അപ്പം തന്നെ അവിടെ നമ്മൾ ഡിസിഷൻ എടുത്ത് ഇങ്ങോട്ട് ചുരം കയറിയേക്കാന്ന് പറഞ്ഞു. ചുരം കയറി ഇവിടെ വന്ന് ഇത്രയും വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി ഇവിടെ. എന്നിട്ട് പോലും ഭയങ്കര കൂളായിരുന്നു. സാധാരണ നമ്മൾ ഇതിനു മുമ്പ് ചുരമൊക്കെ കയറി വന്നിട്ട് തകർന്ന് തരിപ്പണമായിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ അല്ലേ? ഇവിടെ നിന്ന് നമ്മുടെ ആലപ്പുഴ കാണുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പ് അല്ലേ? നോക്കിയേ, ഇവിടെ കുറേ ഇവിടെ നെൽകൃഷി, പിന്നെ ഇവിടെ വന്നിട്ട് ചീര, ഇത് അത്യാവശ്യം എല്ലാ അടിപൊളിയായിട്ടുണ്ട്. കുറേ മരങ്ങളല്ലേ? ഇത് മൊത്തം കാടായത്. കാടല്ലേ? എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് മരങ്ങൾ, ഇത് കാടല്ലേ? ഉള്ളോട്ട് കാടായത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവലനെയും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ.
വീട്ടിലൊരു ഇല പോലും എനക്കാത്ത ഞാൻ ഇവിടെ വന്നിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എനിക്ക് വീട്ടിലും കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ശരിക്കും ഈ സ്ഥലം ചേട്ടന്റെ അഭിപ്രായത്തിൽ ഏത് കൃഷിക്ക് അനുയോജ്യം? വേനൽ അല്ലേ? അതെ, അല്ല കൊറേ വെറൈറ്റി സാധനങ്ങളെ, തക്കാളി, പാവലി, കക്കിരി ഒക്കെ അതിനകത്തുണ്ട്. ശരിക്കും ഇപ്പൊ ഇതിന് എന്തൊക്കെ വളം ഇടുന്നത്? മണ്ണിൽ തന്നെ നമ്മളിത് വെക്കുമ്പോ ചാണാപ്പൊടിയും ജൈവവളം. ജൈവവളം ആണല്ലേ? പിന്നെ നമ്മളിവിടെ ചാണാനും കൊന്നച്ചപ്പും പിണ്ണാക്കും എല്ലാം കൂടി കലക്കി കുറെ ദിവസം വെച്ചിട്ട് അത് ഊറ്റി ചോട്ടിക്കൂടി കുറച്ച് ചോദിച്ചു. അപ്പൊ പിന്നെ ഈ ഇത് പ്രാണികൾ വരത്തില്ല അല്ലേ? അതാണ്. ഞാൻ വയനാട്ടുകാരനൊന്നുമല്ല, എന്റെ വീട് ഒറിജിനൽ വടക്കംപറവൂരാണ്. ആണല്ലേ? ആലുവ. ഓ ശരി. എത്ര ആളാ ഇവിടെ വന്നിട്ട്? 40 കൊല്ലം കഴിഞ്ഞു. 40 കൊല്ലം കഴിഞ്ഞു. 19 വയസ്സിൽ ഇവിടെ എത്തിയതോ, നല്ല പ്രായത്തില്. അന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു കിട്ടിയ. വയനാട്ടിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? ഒരു കാരണം വയനാട് കാണുന്നത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ്. ചുമ്മാ അവിടെ നടന്നു, പിന്നെ ബസ്സിന് വന്ന് തൃശ്ശൂർ ഹോട്ടലിൽ കുറച്ച് ദിവസം പണിയെടുത്ത് 1 രൂപ കൂലിക്ക് ഒരു 10-15 രൂപ കിട്ടിയപ്പോ അവിടെ നിന്ന് നേരെ കോഴിക്കോട് വന്ന് കുറച്ച് ദിവസം പണിയെടുത്ത് അത് നേരെ വയനാട്ടിൽ കയറി പിന്നെ കൂലിപ്പണി അങ്ങോട്ട്. ഹാർഡ് കോർ ട്രാവലർ. ഇന്നത്തെ സമയത്ത് പിള്ളേരൊക്കെ കാണിക്കുന്ന സാധനം അന്തകാലത്തല്ലേ ജോയി അണ്ണൻ അന്തകാലത്തിൽ ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ സംഭവമില്ല. ഒരു സ്ഥലത്ത് പണിയെടുക്കുക, കുറച്ച് കാശുണ്ടാക്കുക, അടുത്തടുത്തേക്ക് പോവുക, അവിടെ പോയി കുറച്ച് അങ്ങനെ ഇവിടെ വന്ന് സെറ്റിലായി. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ ഫുള്ള് കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. 25 കിലോമീറ്റർ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മറ്റേ കണ്ടിട്ടില്ലേ സൂര്യകാന്തിപ്പാടം, കൃഷി പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു ടൈം ആയതുകൊണ്ട് വൈൽഡ് ലൈഫ് ആനിമൽസ് ഒക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട്. ആണോ? പകൽ ടൈം കുറവായിരിക്കും. അത് ചിലപ്പോ ബൈ ചാൻസ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും. ഞാൻ കേട്ടിട്ടുള്ളത് രാത്രിയാണ് ബേസിക്കലി ഈ പറഞ്ഞ കുരങ്ങന്മാരൊക്കെ ആക്ച്വലി ഉണ്ടാവും. കാട്ടിലുള്ള യാത്ര ഒരു വലിയൊരു അടിപൊളി പരിപാടിയാട്ടോ. ശരിയാ. നമ്മള് എന്തെങ്കിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഒന്നും കണ്ടില്ലെങ്കിൽ പോലും കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് പുതിയ മറ്റു റോഡുകളിൽ നോക്കുമ്പോ ഇത് കാട്ടിലൂടെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാ. അതെ അതെ. യാത്രകൾ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുന്ന അറിവുകളെ എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കും. എക്സ്പീരിയൻസ് യാത്ര, ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ്. രാവിലെ ഞാൻ ആദ്യമായിട്ടായിരുന്നേ. രാവിലെ പറഞ്ഞത് ആനയുണ്ട്, കടുവയുണ്ട്, എന്തിന് ഒട്ടകമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു കാക്കേനെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാമോ? ചേട്ടൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നും ഇങ്ങോട്ട് വരാത്തത്. ഞാൻ വന്നപ്പോ എല്ലാത്തിനെ കണ്ടായിരുന്നു. 25 കിലോമീറ്റർ കാട്, ആന, പുലി, കടുവ, കാട്ടുപോത്ത്, ഒരു കിണ്ടിയും കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ടിൽ പോയിട്ട് എന്തിനെങ്കിലും കണ്ടിട്ട് അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ ഇട്ടാൽ ഞാൻ അങ്ങനെയെങ്കിലും കണ്ടോളാം. ഫോറസ്റ്റ് കഴിഞ്ഞു അല്ലേ? നമ്മൾ 25 കിലോമീറ്റർ വന്നോ? ഇത് സൂര്യകാന്തി പടം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാലോ? ഓക്കെ രാവിലെ.
അടിപൊളി സാധനം. സൂപ്പർ, കൊള്ളാം അല്ലേ? സൂപ്പർ സാധനം. അടിപൊളി. ടൈമിങ് കഴിഞ്ഞേ, ഓണം കഴിഞ്ഞല്ലോ, സീസൺ. അതാണ് ആ ഒരു ടൈമിംഗ് ആണ്. അതിപ്പോ ഈ സാധനം ഇവിടെ മൊത്തം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടിപൊളിയായിരിക്കും. അവര് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഇതിപ്പം ജസ്റ്റ് അവർക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലൊക്കെ ചെയ്തതായിരിക്കാം. അത് കൃഷി ചെയ്തോണ്ടിരിക്കുക. കുറേ ഇത് കൃഷികൾ നടക്കുന്നുണ്ട് അല്ലേ? ഇതിപ്പോ ഇല്ലാത്തപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷിയായിരിക്കും. മനസ്സിലായി. ഇത് ഇപ്പോഴും നോക്കി ആ പഴയ പരിപാടി കാളയെ വെച്ചിട്ടൊക്കെ ആണ് നില ഉഴുന്നതും എവിടെ പരിപാടി. ഇത് ഇല്ല കണ്ടില്ലേ? ഒരു പഴയ സെറ്റപ്പിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമ്മ എന്തൊക്കെ കാര്യങ്ങൾക്കാണിത്? ഇത് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ടോ ഇത് മറ്റു രാജ്യങ്ങളിലേക്ക്? ഇതിന്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെ ഞാൻ കേട്ട്. ഇത് നമ്മൾ പോട്ടാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഇടും. അപ്പൊ ജൂൺ ജൂലൈയിലാകുമ്പോ മൊത്തം ഒരു 5 ഏക്കർ 10 ഏക്കർ ഇങ്ങനെ ഇടും സൺഫ്ലവർ. അതിന്റെ ഓയിൽ നമുക്ക് വെണ്ണ കിട്ടും. വഴി നമ്മുടെ സത്യം പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു വഴി പോലൊരു ഫീലുണ്ട്. പിന്നെ ഇത് ഈ അമ്പലം നിൽക്കുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ആ വനത്തിലാണ് നിൽക്കുന്നത്. നല്ല അവിടെ നല്ല ക്ലൈമറ്റ് ആണ് എന്നൊക്കെയാണ് അണ്ണൻ പറഞ്ഞത്. നല്ല കാര്യമാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെ, നമ്മുടെ വണ്ടി പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് അവിടുത്തെ ബസ്സിന്റെ കർണാടക ഇതായിരിക്കും അല്ലേ? കർണാടക സ്റ്റേറ്റിന്റെ ബസ്സായിരിക്കും. ലെഫ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് 2 വഴിയാണ് ഉള്ളത്. ഗോപാൽ സ്വാമി ടെമ്പിൾ സ്ട്രൈറ്റ് എത്ര ദൂരം ഉണ്ട് അണ്ണാ? എത്ര ദൂരം ഉണ്ട്? 5 kilometers. This 1 kilometer later, checkpost. This 5 kilometer checkpost. This 1 kilometer. അങ്ങനെ നമ്മള് ഇതിന്റെ എൻട്രൻസിലേക്ക് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് ഫീസ് 60 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഈ ടെമ്പിളിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഈ ടെമ്പിളിൽ വന്നിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ഉറപ്പായിട്ടും നടക്കും എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. ഇതാണ് നമുക്ക് പോകേണ്ട ബസ്. എന്തായാലും ആനെ കാണാൻ പറ്റി. അവൻ അവിടെ തന്നെ ഇപ്പുണ്ട് കേട്ടോ. എന്ത് പറ്റി? ലാസ്റ്റ് ബസ്. ലാസ്റ്റ് ബസ്. ഓ
ലാസ്റ്റ് ബസ് नहीं 5 മണി ഡ്രൈവർ சொல்லியாச்சு ഡ്രൈവർ 5 മണി 5 ಗಂಟೆ ಅಂತ ಹೇಳಿದ್ರೆ ಡ್ರೈವರ್ 5 o'clock നമ്മൾ മറ്റേ ഇൻഫർമേഷൻ കിട്ടിയ പോലെ ഈ പറഞ്ഞ പോലെ ഫുൾ മഞ്ഞായതുകൊണ്ടാണ് ഹിമവത് എന്നുള്ള പേര് വന്നത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പം വലിയ ഫുൾ ടൈം മഞ്ഞായതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്, ഹിമവത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കൊണ്ടായിരിക്കും. ക്ലൈമറ്റ് ചേഞ്ചിന്റെ എന്തെങ്കിലും ഇതായിരിക്കാം. അവിടെ നിന്ന് ആ പയ്യൻ പറഞ്ഞു. ശരി ഞാൻ ഒന്ന് അമ്പലത്തിനകത്ത് കയറിയിട്ട് വരാം. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു എന്താ വെച്ചാല് ചെറിയ കൃഷ്ണനില്ലേ, കൃഷ്ണന്റെ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഇതിന്റെ പ്രതിമയുണ്ട്. അത് അകത്ത് എന്ന് തൊഴുന്നവർക്ക് അവിടുത്തെ തിരുമേനി കയ്യിൽ വെച്ചിട്ട് കുട്ടികളെ കൊണ്ടാകുന്ന ആ ഒരു പ്രാർത്ഥനയാന്ന് തോന്നുന്നു. അത് ഇവരുടെ ഭാഷയായതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഒരു പോസിറ്റീവ് ഫീലാണ്. പോയിട്ട് വന്നിട്ടൊരു ഒരു പ്രസന്റ് ഫീൽ ചെയ്യും, ഒരു പോസിറ്റീവ്, ഭയങ്കര പോസിറ്റീവ് എനർജി. അപ്പം അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അകത്ത് ചെന്നപ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞു ആ മണി അടിക്കാൻ പറഞ്ഞു. അപ്പം അത് നോർമലി അവിടെ എന്തോ പൂജ ചെയ്യുമ്പോൾ അവിടെ ആ മണി അടിക്കുന്ന ആൾ അവിടെ പോയി. അപ്പം എന്നോട് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ഇന്ന് മണി അടിക്കുക. അടിച്ച് പൂജയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു കിരീടം പോലത്തെ ഒരു സാധനമുണ്ട്, അത് എല്ലാ ഭക്തം വന്ന വിശ്വാസികളുടെ ആയിട്ടുള്ള തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവിടുത്തെ തിരുമേനിയെ കാണാൻ തന്നെ ഒരു ഐശ്വര്യം, വളരെ നല്ല, എന്ത് ഐശ്വര്യം, എന്ത് പ്ലസന്റ് ആയിട്ടാണ് പുള്ളി മന്ത്രങ്ങൾ ചൊല്ലുന്നതും. ഭയങ്കര പോസിറ്റീവാണ്. എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ കൃഷ്ണനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി വരേണ്ട സാധനമാണ്. അതായത് കൃഷ്ണനെ ഒത്തിരി ഭക്തന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഗുരുവായൂർ കൺസെപ്റ്റൊക്കെ അറിയാം. ഗുരുവായൂരൊക്കെ വെച്ചിട്ട് ഗുരുവായൂരപ്പനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഉറപ്പായിട്ട് ഇവിടെ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കണ്ടൊന്ന് തൊഴുത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിംഗ് കിട്ടും. നിങ്ങളുടെ ഒരു മുഖത്ത് ആ അണ്ണൻ പറഞ്ഞതിന് അണ്ണനോട് ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. കാര്യം അണ്ണൻ പറഞ്ഞതിന് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു സ്ഥലമായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. ഇത് എസ്പെഷ്യലി പറയേണ്ടത് നമ്മുടെ സൂര്യകാന്തി കൃഷി ചെയ്ത ആ അണ്ണനോട്. ശരിക്കും നമ്മൾ ഈ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴത്തേക്കാണ് ഈ നമ്മൾ ഗൂഗിളിൽ നോക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും തലകുത്തി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊരു ഡിഫറെന്റ് ആണ്. അവർ പറയുന്ന രീതി ഓരോരുത്തർ എക്സ്പീരിയൻസ് അല്ല. നമ്മളിപ്പോൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലമുണ്ട്, ഇന്നതുണ്ട്, എന്താണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഇതൊക്കെ അവരുടെ വായിൽ നിന്ന് വളരെ അടുത്ത് നിന്നുള്ള ഒരു ആൾക്കാർന്ന് അത് കിട്ടുമ്പോൾ നല്ലൊരു. ബാലസ്വാമി ടെമ്പിളിൽ നിന്നും തിരിച്ച് യാത്രയാണ്. ഇത് ലാസ്റ്റ് ബസ്സാണ്, 5 മണിക്കാണ് ലാസ്റ്റ് ബസ്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ആരെങ്കിലും ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ആംബിയൻസും പിന്നെ ഈ ഭഗവാന്റെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് എനർജി ഉറപ്പായിട്ടും കിട്ടും. ഇനിയും തുടരും ഇതുപോലുള്ള അൺപ്ലാൻ ട്രിപ്പുകൾ.